Any regular member who has got 3 or more number of pictures censored by his credit will be eligible for occupying any post. എൻ്റെ പൊന്നെ, ഇത് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കേരള പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള ഒരു റൂളാണ്. അതായത് കേരള പ്രൊഡ്യൂസർ അസോസിയേഷനകത്ത് മെമ്പറായിട്ടുള്ള ഏതൊരു പ്രൊഡ്യൂസറിനും തൻ്റെ പേരിൽ 3 സിനിമയെങ്കിലും സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. മിനിമം 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വേണോടെ. സോ അങ്ങനെയാണെങ്കിൽ സാന്ദ്ര തോമസിന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. നീതി ലഭിക്കാനായിട്ട് അവർ ശരിക്കും പോരാടുന്നുണ്ട്. അവരുടെ കൂടെ ഇനി അങ്ങോട്ട് ജനങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഇക്കാച്ചി കൂടി കയറി വന്നിട്ടുണ്ട്. ഈ മനുഷ്യന് വെറുതെ വല്ലയിടത്തും പോയിരുന്നാൽ പോരാടുന്ന എല്ലാ വിഷയത്തിലും കയറി തലയിടും. എന്തായാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലാ. ഹലോ സിനിഫൈൽസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഇതാണ്, സാന്ദ്ര തോമസിൻ്റെ ഇഷ്യൂ. ഞാൻ പറഞ്ഞതാണ് റൂളെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് സിനിമാ ലവേഴ്സിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരാണ്, ഒരു പ്രൊഡ്യൂസറിൻ്റെ പേരാണ് സാന്ദ്ര തോമസ് എന്നുള്ളത്. അവർ ഒരുപാട് നല്ല ചിത്രങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമയിൽ ആരംഭിച്ച് അതിനുശേഷം വിജയ് ബാബുവായിട്ട് കൊളാബറേഷനിൽ ഫ്രൈഡേ ഫിലിം ഹൗസ്, അവരുടെ ബാനറിൽ സക്രിയയുടെ ഗർഭിണികൾ, ഫിലിപ്സ് ആൻഡ് ദി മങ്കിപ്പൻ, പെരിച്ചാഴി, ആട്, നമ്മുടെ ഒരു ആ പടയതായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ അടികപ്പിയരെ കൂട്ടമണി, പിന്നെ മുത്തുഗൗ, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. മുത്തുഗൗയോടുകൂടി അവരുടെ കൊളാബറേഷൻ എൻഡ് ചെയ്തു. പിന്നെ സാന്ദ്ര തോമസ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു, സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ്. അവരുടെ കീഴിലും 2 സിനിമകൾ റിലീസായി. ഫ്ലൈയിങ് സോ ഹൈയും നല്ല നിലാവുള്ള രാത്രിയും. ഇതിൽ നല്ല നിലാവുള്ള രാത്രി എന്ന് പറയുന്ന സിനിമ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിനകത്ത് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയില്ല, പക്ഷേ ഇപ്പം നൈസ് റിപ്പോർട്ട്സ് ആ സിനിമയ്ക്ക് വരുന്നുണ്ട്. നല്ല പടാടെ. സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. യൂട്യൂബിൽ കിടപ്പുണ്ട്, വെറുതെ കാണാനല്ല. മലയാളികൾക്കിടയിൽ ഇത്രയും പോപ്പുലറായ സാന്ദ്ര തോമസ്, അതും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ലേബലിൽ പോപ്പുലറായ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മുമ്പിൽ മാത്രം പ്രൊഡ്യൂസർ അല്ല. എന്താ അല്ലേ? ഇതെന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കാനായിട്ടുള്ള കാരണം? എനിക്ക് തോന്നുന്നു ഇവർ ഇതിനു മുമ്പ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്ന ആ ബാനറിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരു കൊളാബറേഷനിലാണല്ലോ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം പേരിൽ 3 സിനിമകൾ ഇല്ലല്ലോ എന്നായിരിക്കും ചിലപ്പോൾ അവർ പറയുന്ന വാദം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളിലും സെൻസർഷിപ്പിൽ വിജയ് ബാബു, സാന്ദ്ര തോമസ് എന്ന് വ്യക്തമായിട്ട് കാണും. അത് മതിയല്ലോ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ. പിന്നെ എന്തിനായിരിക്കും ഇവരിങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾക്കൊന്ന് നമ്മുടെ ഈ ഒരു സംഘടനയെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇവരുടെ മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു മലയാളി കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഒരു പുരുഷ മേധാവിത്വമാണ്. അതായത് അധികാര സ്ഥാനത്ത് മൊത്തം പുരുഷന്മാരാണ്. അതിനൊരുപക്ഷെ കാരണം പ്രൊഡ്യൂസേഴ്സായിട്ട് കൂടുതലുള്ളത് പുരുഷന്മാരായതുകൊണ്ടായിരിക്കാം. എങ്കിലും സ്ത്രീകളും കുറച്ചെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഒരു സ്ത്രീക്കെങ്കിലും ഒരു സ്ഥാനത്തേക്കുള്ളൊരു പരിഗണന കൊടുത്തിരുന്നുണ്ടെങ്കിൽ വരും കാലത്ത് സ്ത്രീകൾ ഒരുപാട് പേര് പ്രൊഡ്യൂസറായിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഒരു ഊർജ്ജമല്ലേ, ഒരു ആർജവമല്ലേ അവർക്കൊക്കെ അത് അങ്ങനെ കൊടുക്കണ്ടേ? ശരിക്കും പറഞ്ഞൊരു സംഘടന മാതൃകാപരമായിട്ട് ചെയ്യേണ്ട കാര്യം അതല്ലേ? അതെന്തുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ ചെയ്തിരുന്നില്ല ഇത്രയും നാൾ? ഇനിയും അവരത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതാണ് സാന്ദ്ര തോമസിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഗൈസ്, സിനിമയിലെ മറ്റെല്ലാ മേഖല എടുത്ത് നോക്കിയോ, അമ്മ എടുത്ത് നോക്കിയോ, ഫെഫ്ക എടുത്ത് നോക്കിയോ, മറ്റെല്ലാ സംഘടനകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് തുടർന്ന് ഒരേ ആളുകൾ തന്നെ സ്ഥാനത്തിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ട്രഷറർ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് പോകും. പക്ഷെ സ്ഥാനം വിട്ടൊഴിയുന്നൊരു പരിപാടി അതില്ല. അതാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാക്കി എല്ലാവരും അടിമകളായിട്ട് ഇവന്മാരെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. സാന്ദ്ര തോമസ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞു, ഏകദേശം 600 പേരുണ്ടായിരുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഇപ്പം 300 പേരാണുള്ളതെന്ന്. അത് തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വൻ തോൽവിയും പരാജയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല ഗൈസ്. ഇവിടെ ജനാധിപത്യം ഉണ്ടാക്കാൻ നോക്കിയ സാന്ദ്ര തോമസ് ഇപ്പോൾ പുറത്താണ്. നോമിനേഷൻ കൊടുത്തു, പ്രസിഡന്റായിട്ടും അതുപോലെ ട്രഷററായിട്ടും 2 സ്ഥാനത്തേക്ക് മത്സരിക്കാൻ. അതൊക്കെ എടുത്ത് അങ്ങ് വലിച്ചു കയറി കളഞ്ഞ അണ്ണന്മാർ. നീ മത്സരിക്കേണ്ട, ഇവിടെ ഇങ്ങനെയാണ്, ഞങ്ങളുടെ മേധാവിത്വമാണ്, വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. പുള്ളിക്കാരത്തി പറഞ്ഞു പറ്റത്തില്ല, ഞാൻ പൊരുതാൻ നീതി തേടി കോടതി വരെ പോയിട്ടുണ്ട്. അവരുടെ ഒപ്പം ജനങ്ങൾ ഉണ്ട്. ഇനി അങ്ങോട്ട് ആ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എന്തായാലും ഫുൾ സപ്പോർട്ട് സാന്ദ്ര തോമസിന് ഈ വിഷയത്തിൽ. ഇനി അടുത്ത വിഷയം, നമ്മുടെ ഇക്കാച്ചി ഇടപെട്ട സംഭവം. ഇക്കാച്ചിക്ക് വേറെ ഒരു പണിയില്ല കേട്ടോ. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് പുള്ളി കുറച്ച് പുറകോട്ട് മാറി നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടക്ക് വന്ന് ഇതിൽ ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ പുള്ളി ഇടപെടും ഗൈസ്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ്. മമ്മൂട്ടി ഹേറ്റേഴ്സ്, എസ്പെഷ്യലി മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള മമ്മൂട്ടി ഹേറ്റേഴ്സ് തകർക്കുകയാണ് പോസ്റ്റ് ഇട്ടങ്ങാട്ട്. മമ്മൂക്കയുടെ ഒരു സിനിമ വന്ന് പരാജയപ്പെട്ട സന്തോഷത്തിലാണ് അവന്മാർ. കട്ടയ്ക്ക് ഡീഗ്രേഡ്
റീഡിങ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ സംഭവം അരങ്ങേറുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇത് മമ്മൂട്ടിയാണ്. മമ്മൂക്ക ഇതിനു മുമ്പ് ഇങ്ങനെ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. പണ്ട് ലാലിസം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ബാൻഡ് തകൃതിയായി പൊളിഞ്ഞു പോയി. അങ്ങനെ പൊളിഞ്ഞ സമയത്തും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് മുമ്പിൽ വന്നു നിന്നത്, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്ന ലാലേട്ടൻ ആ സമയത്ത്. അപ്പം ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് മുമ്പിൽ വന്നു നിന്ന വ്യക്തിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അത് നിങ്ങളാരും മറക്കരുത്. എന്ന് വെച്ച് നിങ്ങൾ ട്രോളാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ട്രോളിക്കോ, ലാലേട്ടനെ മാത്രമല്ല മറ്റ് പല ചെറുതും വലുതുമായിട്ടുള്ള പല താരങ്ങൾക്ക് പല പ്രശ്നങ്ങളും വന്ന് ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ പല ഇഷ്യൂസ് വരുമ്പോഴും ആദ്യം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും തിരക്കുന്നതും സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. ഈ സാന്ദ്ര തോമസ് ഹോസ്പിറ്റലായി കിടന്നപ്പോഴും മമ്മൂക്ക വിളിച്ചിട്ടുണ്ട്. അത് സാന്ദ്ര തോമസ് ഒരു വീഡിയോയിൽ, ഹോസ്പിറ്റലിൽ കിടന്നുള്ളൊരു വീഡിയോയിൽ, അതിൽ നമ്മുടെ WCCയിൽ നിന്ന് ഒരു മെമ്പേഴ്സ് പോലും വിളിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധാരണയിലായി മുന്നോട്ട് പോകാമെന്ന് മമ്മൂക്ക ചിലപ്പോൾ ഉപദേശിച്ചിട്ടുണ്ടാകും. സാന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സാന്ദ്ര പറഞ്ഞു, നോ ഇക്ക, ഞാൻ എൻ്റെ വഴി, എൻ വഴി തനി വഴി. അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂക്ക അത് വേണ്ടാന്ന് വെച്ചു. പുള്ളി മിണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയാണ് സാന്ദ്ര തോമസ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ മമ്മൂക്ക പ്രൊജക്റ്റ് ഡ്രോപ്പ് ആക്കിയ കാര്യം, അത് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയണം. കാരണം ഇതിനു മുമ്പ് മമ്മൂക്ക LJP കോംബോയിൽ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം ഉണ്ടായിരുന്നു. സാന്ദ്ര തോമസിന് താല്പര്യമില്ല, അതൊരു നെഗറ്റീവ് വൈബ് അടിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രൊജക്റ്റ് സാന്ദ്ര തന്നെ ഡ്രോപ്പ് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതും അത് ഏറ്റെടുക്കുന്നതൊക്കെ വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരം. അത് മമ്മൂക്കയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുള്ളിയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ പടങ്ങൾ പോലും നിർത്തിവെച്ചേക്കാണ്. ഷൂട്ടിംഗ് തുടങ്ങിയ പടങ്ങൾ പോലും എന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ പാടില്ല നിൽക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ടാവും. അതൊക്കെ എന്ന് തുടങ്ങണമെന്ന് പോലും പുള്ളിക്ക് ഇപ്പം ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. അതിൽ ചില പ്രൊജക്റ്റുകൾ ചിലപ്പോൾ പുള്ളി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. കാര്യം ഇപ്പോൾ വെറുതെ ഇരിക്കാനില്ല. ഈ ഇരിക്കുന്ന സമയത്ത് പുള്ളിയുടെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, തേച്ച് മിനിക്കല്. അങ്ങനെ തേച്ച് മിനിക്ക് നോക്കിയപ്പോഴത്തേക്കും നേരത്തെ കമ്മിറ്റ് ചെയ്ത പ്രൊജക്റ്റ് അതിന് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ പുള്ളി ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ വിഷയത്തിൽ സാന്ദ്ര തോമസ് പറഞ്ഞൊരു കാര്യം മാത്രമേ നമുക്കറിയത്തുള്ളൂ. മറ്റേ സാന്ദ്രയുടെ പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള വിഷയത്തിൽ നമുക്കറിയാം, വ്യക്തമായിട്ടുള്ള വീഡിയോ ഉണ്ട്, നമ്മൾ കണ്ടതാണ്, ബോധ്യപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ മമ്മൂക്കയുടെ പ്രതികരണം കൂടി വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മമ്മൂക്ക എന്തുകൊണ്ട് ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ആക്കി എന്നുള്ളത് അത് കൃത്യമായിട്ട് മമ്മൂക്ക ഇനി എപ്പോഴെങ്കിലും അതിൻ്റെ മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുവരെ പുള്ളീനെ ഇതിൻ്റെ പേരിൽ ട്രോളുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ ഫാൻസ് ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. കാര്യം നാളെ ലാലേട്ടൻ ചിലപ്പോൾ ഈ വിഷയത്തിൽ മമ്മൂക്കനെ അനുകൂലിച്ച് മുമ്പിൽ വന്ന് നിൽക്കും. ഈ വിഷയം കത്തി കയറി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം അതാണ്. നിങ്ങൾ വെറുതെ കോമാളിയാകും. എന്തിനടേ കോമാളിയാകണത്? അവർ തമ്മിലുള്ള ബോണ്ടിങ് അറിയാമല്ല. വെറുതെ പരസ്പരം ട്രോളിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ, അതായത് മമ്മൂക്ക പ്രൊജക്റ്റ് ഡ്രോപ്പ് ആക്കിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നവരെ നമുക്ക് ആ കാര്യത്തിൽ വെയിറ്റ് ചെയ്യാം. ബാക്കി കാര്യത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള ഫൈറ്റിൽ സാന്ദ്ര തോമസിനൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് സാന്ദ്ര തോമസിൻ്റെ കൂടെയുണ്ട്. ഫുൾ സപ്പോർട്ട്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിലൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ്. രണ്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.